ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി ചോദിക്കാൻ, നാരിയത്തു സ്വലാത്ത് ഇസ്ലാമിലുണ്ടോ? ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി, ഈ മൗലവിയുടെ കൂട്ടത്തിലുള്ള മൗലവിയാണ് മൂവാറ്റുപുഴയിൽ വെച്ച് എതിർ ഗ്രൂപ്പിനോട് നാരിയത്തു സ്വലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംവാദം നടത്തിയത്. എന്നിട്ട് ആ മൗലവി ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, നാരിയത്തു സ്വലാത്ത് ഇസ്ലാമിലുണ്ടോ? ഒന്ന് നിർത്തിക്കേ. മൂപ്പര് ആദ്യം ചോദിച്ചത് എന്താ? കുത്തുറാത്തീബ് നബിക്കറിയോ? കുത്തുറാത്തീബ് നബിക്കറിയോ? സ്വഹാബത്തിനറിയോ? എൻ്റെ സഹോദര, കുത്തുറാത്തീബ് എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ഇസ്തിഗാസയുടെയും തവസ്സിലിൻ്റെയും അടിസ്ഥാനത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ കാണിക്കുന്ന ദിക്റുമഞ്ച മജ്ലിസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നബിക്ക് അറിയില്ലെങ്കിൽ പോട്ടെ. എന്നാൽ ഞാൻ വേറൊരു ക്ലിപ്പ് കാണിച്ചു തരാം. അത് കുപ്പിച്ചില്ല് റാത്തീബാണ്. നമ്മൾ കുത്തുറാത്തീബ് നടത്തുമ്പോഴാണല്ലോ പ്രശ്നം. നിങ്ങൾ നോക്കൂ, 27ാമത്തെ ക്ലിപ്പൊന്ന് വെച്ചു കൊടുത്ത കുപ്പിച്ചില്ല് തൗഹീദ് എന്ന് കാണാം. ഇനി അടുത്തത് കുപ്പിച്ചില്ല്. കുപ്പിച്ചില്ല് നടക്കാൻ പേടിയാണ്. കുപ്പിച്ചില്ല് പേടിയാണ്. കുപ്പിച്ചില്ല് നടന്നു നോക്കിയിട്ടുണ്ട്. കുപ്പിച്ചില്ലിൽ നടക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ചെറിയ ചെറിയ മുറികളാണ് വരുന്നത്. അത് ചെറിയ കുട്ടികൾ നമ്മുടെ ശരീരത്തിൽ കയറിയ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ, മൈൻഡ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. അതാണ് ഇന്നിവിടെ കാണിച്ചു തരുന്നത്. നമ്മളെ വളണ്ടിയേഴ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും. താല്പര്യമുള്ള 2-3 പേർക്ക് വേണമെങ്കിൽ നടക്കാനുള്ള അവസരമുണ്ട്. കാരണം സമയം വളരെ ചുരുക്കമാണ്. 15 മിനിറ്റാണ് നമുക്ക് ആകെ. ഒന്ന് ഓടിച്ചു കേട്ടോ, സമയം ചുരുക്കമാണ്. ബാക്കി അപ്പം അവർക്ക് കാലിന് ശേഷിയില്ല, 80% ഡിസബിൾഡ് ആണ്. പക്ഷെ ആള് ഞാൻ നടക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അഭ്യാസം കൂടി ഒന്ന് നമുക്ക് കാണാം. ഇത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് ഏത് കിതാബിലാ ഉള്ളത്? മൗലവിമാരെ, നിങ്ങളുടെ വേദിയില് നിങ്ങൾ നടത്തിയ കലാപരിപാടിയാണ്. വേറെയുണ്ട്, തീപ്പന്തത്തിന്റെ ദിക്റുണ്ട്, തീ വിഴുങ്ങണ പരിപാടിയുണ്ട്. ഇതൊന്നും കാണിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെന്താ പറഞ്ഞത്? മനസ്സിന് കരുത്തുണ്ടെങ്കിൽ ഏതു കുപ്പിച്ചില്ലിന്റെയും മുകളിലൂടെ നിങ്ങൾക്ക് നടക്കാമെന്നല്ലേ? എന്നാൽ ഔലിയാഇന്റെ കറാമത്തിന്റെ കരുത്തില് ഏതു കുത്തുറാത്തീബും ഞങ്ങൾക്ക് നടത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ തൗഹീദിന് അള്ളാഹുവിന്റെ റസൂല് കാണിച്ച ഈ കുപ്പിച്ചില്ല് തൗഹീദിനൊരു തെളിവ് കൊണ്ടുവാ. എന്നിട്ട് അത് മൂപ്പര് ചോദിക്കാൻ, നാരിയത്തു സ്വലാത്ത് എന്തുകൊണ്ടാണ് ഇവര് നാരിയത്തു സ്വലാത്തിനെ എതിർക്കാൻ പറയുന്ന ന്യായം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാരിയത്തു സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. ഇത് തന്നെ ഒരു മൗലവി പ്രസംഗിക്കുന്നുണ്ട്. 28 വെച്ചു കൊടുത്ത അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഒരു ഹദീസിന്റെ കിതാബിലൊന്ന് കാണിച്ചുകൊണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഇതൊന്ന് മനസ്സിൽ വെച്ചോളണം. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒരു സ്വലാത്ത് നമ്മുടെ വകയായി ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ ഇതറിയാത്ത ആളാണോ മഹാനായ ഇമാമുന ശാഫിഈ? ഇവിടെ വന്നിട്ട് മൗലവി ഇടക്ക് ചോദിച്ചില്ലേ, ഷാഫി ഇമാമിനറിയോ? ഷാഫി ഇമാമ് അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഷാഫി ഇമാമ് പഠിപ്പിക്കുന്ന ഒരു സ്വലാത്തുണ്ട്. ഫസല്ലല്ലാഹു അലാ നബിയിനാ കുല്ലമാ ദക്കറഹു ദാക്കിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ല അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീൻ അഫ്ളല വഅക്തറ വഅസ്കാ മാ സല്ല അലാ അഹദിൻ മിൻ ഖൽഖി എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനായ ഇമാം ശാഫിഈ ആ സ്വലാത്ത്
തിരുനബിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നു, ഫലം തുംസിബിനാ നിഅമത്തുൻ ലഹറതു വലാ ബതനത് നിൽനാ ബിഹാ ഹല്ലം ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹും ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. എന്താ പറഞ്ഞത്? ദുനിയാവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ഏതെല്ലാം നേട്ടങ്ങളുണ്ടോ, അതിൻ്റെയൊക്കെ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ വരാത്തൊരു സ്വലാത്തും ചൊല്ലാൻ പാടില്ല എന്നാ മൗലവി പറഞ്ഞത്. അതുകൊണ്ടാണ് നാരിയത്തു സ്വലാത്തിനെ എതിർക്കുന്നത് എന്നാ പറഞ്ഞത്. എന്നാൽ അതേ മൗലവി തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തിരുത്തിപ്പറയാണ്, ഏതു സ്വലാത്തും ചൊല്ലാം, ഏതു ഭാഷയിലും ചൊല്ലാം. 29 ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റുമില്ല അതില്. ഏത് ഭാഷ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേന്ന്. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂപ്പരോടൊക്കെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്ന്. ഇതാണ് ഇവരുടെ വിശ്വാസം. നമ്മളൊക്കെ പറയുന്നത് അല്ലാഹുവേ ആ തിരുനബിയോടൊപ്പം ഞങ്ങളെ ചേർക്കണേന്നാണ്. മൗലവി പറയുന്നതോ ഞങ്ങളോടൊപ്പം നബിയെ കൂട്ടണേന്ന്. ഈ കോലത്തിലാണ് ഇവർ നബിയെ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പൊ എന്താ പറഞ്ഞത്? സ്വലാത്ത് ഏതു ഭാഷയിലും ചൊല്ലാം. നാരിയത്തു സ്വലാത്തെ അത് ഹദീസിലില്ല എന്ന് പറഞ്ഞ് എതിർത്ത മൗലവിമാർ നാരിയത്തു സ്വലാത്തിൽ ശിർക്കില്ല എന്ന് സംവാദം നടത്തിയ കേരളമാണ് നമ്മുടേത്. അപ്പോൾ എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ നോമ്പ് ഫസാദാക്കാൻ നോക്കി, നമ്മുടെ നിസ്കാരം നശിപ്പിക്കാൻ നോക്കി, എന്തെല്ലാം ഇവരിവിടെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അവസാനം എല്ലാം ശിർക്കാക്കാൻ നോക്കി. ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി ചോദിക്കാൻ, ഹാളിറാക്കൽ ഇസ്ലാമിലുണ്ടോന്ന്. ഞാൻ ഓടിച്ചോടിച്ചു പോവാൻ, കുറച്ച് വളരെയധികം പറയാനുണ്ട്. മൂപ്പര് വന്നിട്ട് ചോദിക്കുന്നു, ഹാളിറാക്കല് ആലോചിച്ചോളൂ. മോദി ഷേഖിനെ റൂമിലാക്കാനാക്കുക ഉണ്ടോ ഇസ്ലാമില്? ഏതെങ്കിലും ഒരു ഷേഖിനെ 1000 വട്ടം വിളിച്ചാൽ നമ്മുടെ വീട്ടിനുള്ളിൽ വരുമെന്ന് വിശ്വസിക്കുന്ന, അത് വിശ്വസിപ്പിക്കുന്ന സമ്പ്രദായം ഇസ്ലാമിലുള്ളതാ? ഹാളിറാക്കൽ ഇസ്ലാമിലുണ്ടോന്ന്. എന്നാൽ ഇവർക്കോ ജപ്പാനിലുള്ള ജിന്നിനെ വരെ കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാരാണ്. ഇവരാണ് നമ്മളോട് ചോദിക്കുന്നത്, മഹാന്മാരെ ഹാളിറാക്കൽ ഇസ്ലാമിലുണ്ടോന്ന്. ഒരു മൗലവി അയാൾ പറയുന്ന ഒരു അനുഭവം ഒന്ന് കേട്ടു നോക്കൂ സുഹൃത്തുക്കളെ. ജോലി ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞിട്ട് വാപ്പയോ ഉമ്മയോ ഉറക്കമൊഴിഞ്ഞിരിക്കും മാന്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഖുർആൻ ഓതി നോക്കി, പക്ഷെ അതുകൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം അവസാനം ഈ ബഹുമാനനായ എഫ് റഹ്മാൻ സാഹിബിന്റെ അടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം ഓതി കഴിഞ്ഞപ്പോ കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടിയെ ബാധിച്ചത് മനസ്സിലായി. ജപ്പാൻ ജിന്നാണ് കുട്ടി പറയട്ടെ. ജപ്പാൻ ജിന്നാണ് കുട്ടിയെ ബാധിച്ചത് മനസ്സിലായി. കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടിയെ ബാധിച്ചത് മനസ്സിലായി. എന്നിട്ട് ചിരി വരും. പിന്നെ എങ്ങനെ ചിരി വരാതിരിക്കും? മൂപ്പർക്ക് തന്നെ അറിയാം പറയുന്നത് പൊട്ടത്തരാണ്. നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയിലുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു. നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയിലുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു. നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയിലുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു. ഇന്ന് വരെ ആ കുട്ടി ജപ്പാൻ ഭാഷ പഠിച്ചിട്ടില്ല, ഒരു ലിപി പോലും കുട്ടി പഠിച്ചു. അപ്പോ കണ്ടോ, ജപ്പാൻ ഭാഷ നെറ്റിൽ നിന്ന് എടുത്ത് വായിപ്പിച്ചു നോക്കിയപ്പോൾ കുട്ടി അത് വായിച്ചു കൊടുത്തു. ജപ്പാനിൽ നിന്നുള്ള ജിന്നിനെ വരെ
കൊണ്ടുവരാൻ പറ്റുന്ന പാർട്ടികളാ ചോദിക്കുന്നത്. മുഹീദ്ദീൻ ശൈഖിന് ഹാളിറാക്കൽ ഇസ്ലാമിലുണ്ടോ? ഇവര് മുജാഹിദുകളാണത്രേ. ഇവര് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണത്രേ. ഇവർ ഈ സമൂഹത്ത് ഒന്നുമല്ല. ഇവരുടെ അന്ധവിശ്വാസങ്ങള്. ആ മൗലവി തന്നെ വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കുക, ജിന്ന് കല്യാണം മുടക്കിക്കളയും. ജിന്നുകൾ കല്യാണം മുടക്കിക്കളയുന്ന കഥ മൂപ്പര് പറയുന്നുണ്ട്. ബന്ധം തടസ്സപ്പെടുന്ന ചില സീറൊക്കെ എങ്ങനെ വെച്ചാല് ഭർത്താക്കന്മാർ ഇങ്ങനെ കാണും, അല്ല പുതിയാപ്പിളമാർ വന്നിങ്ങനെ കാണും, ഒരു പ്രാവശ്യം പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ പിന്നെ ഡസൻ കണക്കിന് ആളുകൾ ഒന്ന് കാണുകയും ആ പെണ്ണിന്റെ സൗന്ദര്യമുണ്ട്, പക്ഷെ വിവാഹം നടക്കില്ല. അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ഖുർആൻ ഓതി ചികിത്സിച്ച അവസ്ഥ എന്നിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എന്നെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. മറിച്ച് എത്രയോ ആളുകൾ വന്ന് കണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇവിടെ സംഭവിക്കുന്നത് ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോ പിശാച് തഹീറുണ്ടാകും. തഹീർ എന്ന് നമുക്കറിയാലോ, മൂസാ അലൈഹി ഇസ്ലാമിന്റെ എതിർക്കാൻ വന്ന സാഹർമാരെ എന്ത് ചെയ്ത് കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം മുന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പൊ കാണുമ്പോ ഈ ബാക്കി നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ ഈ യുവാവിന് നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട നല്ല തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോ എന്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് റബ്ബർ വലിച്ചു നീട്ടുന്നവരെ വലിച്ചു നീട്ടുന്നവരാണ്. ജിന്നിന്റെ പരിപാടിയാണ് ഇങ്ങനെ റബ്ബർ വലിച്ചു നീട്ടുന്നത് പോലെ വലിച്ചു നീട്ടുമത്രേ. കല്യാണം മുടക്കണ ജിന്ന് ജപ്പാനിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന ജിന്ന്. ഈ കൂട്ടർക്കുണ്ടല്ലോ ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ പോലും പേടിയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഇത് ഞങ്ങളുടെ വകയായിട്ട് പറയുന്നതല്ല. ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച മൗലവി, ആ മൗലവിയുടെ ഗ്രൂപ്പാണ് വിസ്ഡം ഗ്രൂപ്പ്. ആ മൗലവിയുടെ ഗ്രൂപ്പാണ് വിസ്ഡം ഗ്രൂപ്പ്. ആ വിസ്ഡം ജിന്നു ഗ്രൂപ്പിന്റെ മൗലവിമാർ ഈ കേരളത്തില് നമ്മളെ ഇവിടെ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നില്ലേ? നമ്മളെ ഇവിടെ മഖ്ബറകളിൽ നിന്ന് മാറ്റാൻ വേണ്ടി വന്നില്ലേ? അവര് നമ്മളെ മാറ്റിയിട്ട് എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നറിയോ? ജപ്പാൻ ജിന്നിന്റെ കൂട്ടത്തിലേക്കാ, കല്യാണം മുടക്കുന്ന ജിന്നിന്റെ കൂട്ടത്തിലേക്കാ. ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ പോലും പേടിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടെയുള്ള മുസ്ലിമിനെ കൊണ്ടുപോകാനാണ് ഈ ജിന്നു മൗലവി ഈ വേദിയിൽ വന്നു പ്രസംഗിച്ചത്. എന്നിട്ടോ തൊട്ടടുത്ത് കാഞ്ഞിരമറ്റത്ത് വെച്ച് വേറൊരാള് വേദനയോടുകൂടി പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറച്ചു നോക്കി. ഒരു കറുത്ത പൂച്ച, മാരിമ നമസ്കാരം കഴിഞ്ഞ് പരിക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറച്ചു നോക്കി. അയാൾ ഉറച്ചു തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ്. അകത്ത് പോയി എയർ ഗൺ എടുത്തു, പുറത്തു വന്നു, പൂച്ചക്ക് ഷൂട്ട് ചെയ്തു. ഇത് കേരളമാണ്, ഇത് കേരളമാണ്. ഇവർ മുജാഹിദുകളാണത്രേ. മുജാഹിദ് തന്നെയാ, സുന്നികളല്ല. ഇവരാണത്രേ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിൻഗാമികൾ. പറയണം കേരളത്തോട്. ഞങ്ങളെന്ത് പറയാനാ? ഒക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താ മതി. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾക്കൊന്നു പറയാനുണ്ട്. നിങ്ങൾ ഖുർആനും ഹദീസും എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വന്ന് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കൂട്ടങ്ങളാണ്. അത് ഞങ്ങൾക്കറിയാം. എന്നിട്ടോ അവിടം കൊണ്ടും തീരുന്നില്ല സഹോദരന്മാരെ. ജിന്ന് വയറിനുള്ളിൽ നിന്ന് ഉരുണ്ട് കയറി 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 തൊണ്ടയിൽ വന്നങ്ങനെ നിൽക്കുക. തൊണ്ടയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാണ് ജിന്നുകള്. ആ ജിന്ന് പുറത്തേക്ക് ചാടിയ ആള് മരിച്ചു പോകും. ഇത് കേരളത്തിലാ പറഞ്ഞത്. ഇവിടെ വന്ന വിസ്ഡം ഗ്രൂപ്പുകാരാ പ്രസംഗിച്ചത്. വേറൊരു മൗലവി വേദനയോടെ പറയാൻ കേട്ടു നോക്ക്. എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. വേദനയോടുകൂടെ തന്നെയാണ്. എന്റെ ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പാരമ്പര്യവും പഴക്കവും
ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുകഴ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്ന് ബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അഫ്ദലുൽ ഉലമ കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി ചികിത്സിച്ചു കൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി, അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. ജിന്നാണ്. ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്തിങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത്. മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാതൃകന്റെ അടുത്ത് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ്. അതിങ്ങനെ ഉരുണ്ടുവന്നു. എന്നിട്ട് ചങ്കിലെത്തി. ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി അയാൾ തിരിച്ചു വന്നപ്പോ ഈ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചു പോയിരിക്കുന്നു. ഇനി അത് അങ്ങോട്ട് നീങ്ങില്ല. ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും. ഇത് വിശ്വാസമാണ്. ഇവർ മുജാഹിദാണ്. ഇവരാണ് മുജാഹിദുകൾ എന്നിവർ അവകാശപ്പെടുന്നു. ഇവരല്ലാത്തവരൊന്നും മുജാഹിദുകളല്ല എന്നിവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. പറയണം. ഇതാണ് മുജാഹിദുകളുടെ അവസ്ഥ. ജിന്ന് തൊണ്ടയിൽ ഞാൻ ആലോചിച്ചു പോവുകയാണ്. ആ ചികിത്സിച്ച മനുഷ്യന് ഇതിങ്ങനെ കയറി വരുന്ന സമയത്ത് ഫോൺ വന്ന അയാൾ അത് അറ്റൻഡ് ചെയ്യാൻ പാടുണ്ടോ? അയാൾ ആ ഫോൺ എടുക്കാൻ പോയത് കൊണ്ടല്ലേ ഇത് തൊണ്ടയിൽ കുടുങ്ങിയത്. അപ്പൊ ചെയ്യുന്ന പണി പോലും വൃത്തിയായി ചെയ്യാത്തൊരു കൂട്ടര്. ഇത് വിശ്വാസമാണ് ഇവരുടെ. ഇവരാണ് മുജാഹിദുകൾ. ഇവരാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് സുന്നികളെ ശിർക്കാക്കാൻ ഇവരെന്തൊക്കെയോ ആയത്തുകൾ ഓതിയത്. എന്റെ സഹോദര, നമുക്കറിയാം നേരിട്ട് ഒരുപാട് ആളുകളെ മന്ത്രവാദത്തിനെതിരെ നിങ്ങൾ ശബ്ദിക്കുമ്പോഴും വളരെ രഹസ്യമായി മന്ത്രവാദികളുടെ മുമ്പിൽ പോയി നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി പലതും നിങ്ങൾ ചെയ്യിപ്പിച്ച കഥകൾ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ മൗലവിമാര് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കേൾപ്പിക്കാനും അറിയാം. ഈ ഒരു വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ ഒരു മൗലവിയെ മലപ്പുറം ജില്ലയുടെ അങ്ങേ അറ്റത്ത് നിന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു പ്രസംഗിപ്പിച്ചത്? നിങ്ങൾ പറയണം വെട്ടിക്കാട്ട് മുക്കുകാരോട്, നിങ്ങൾ ചോദിക്കണം അവരോട്, ഇത് ഇസ്ലാമാണോ? ഇത് ഇസ്ലാമാണോ? എന്നിട്ടോ മൗലവി, വേറൊരു മൗലവി പറയാണ്, ജിന്നിനെ കൂട്ടുകാരായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സുബഹിക്ക് നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കും, വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഒന്ന് കേൾപ്പിച്ച ജിന്നയുടെ കൊടുക്കുന്ന നല്ലത് ഇഷ്ടം പോലെ എത്ര ചെയ്തണ്ട അത്ര നല്ലത്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉണ്ടായിരുന്നു. പിന്നെ സുഖമായി കിടന്നു അവർ വിളിച്ചു. അതിലെന്താ വഴി? അതിന് വഴി ഞാൻ പറയാൻ പോകും. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടൊരു അപകടത്തിൽ അതിനൊക്കെ ജിന്നുകൾക്ക് സാധിക്കുന്നതാണ്. അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ജിന്നിനെ നമുക്ക് കൂട്ടുകാരനാക്കണം. ഇവര് പറഞ്ഞു തരുന്നതാ നമ്മളോട്. നമ്മൾ ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ മമ്പറത്തെ തങ്ങളെ വിളിക്കുമ്പോ, കാഞ്ഞരമറ്റത്തേക്ക് പോകുമ്പോ, മഹാരഥന്മാരെ നമ്മൾ വിളിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്കൊരു വിശ്വാസമുണ്ട്. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവർ മരണപ്പെട്ടു എന്നതുകൊണ്ട് അവരുടെ കറാമത്ത് മുറിയുന്നില്ല. അവരിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ് സഹായം. അവരതിന് കാരണക്കാരാണ്, അല്ലെങ്കിൽ അവർ നമുക്ക് ശുപാർശകരാണ്. ഈ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ വിളിക്കുമ്പോ അത് ശിർക്കാക്കാൻ വേണ്ടി വന്ന ആളുകൾ, അത് കുഫറാണെന്ന് പറയാൻ വേണ്ടി വന്ന ആളുകൾ,
അവരെവിടെ എത്തിയെന്നറിയുമോ? ഈ 21-ാം നൂറ്റാണ്ടില് ജിന്നിനെ കൂടെ കൊണ്ടുപോയി കൊണ്ട് നടക്കണമെന്ന് പറയുന്ന, ജിന്നിനെ കൂട്ടുകാരനാക്കണമെന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലേക്കാണ് ഇവർ നമ്മളെ എത്തിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇവരെ നമ്മൾ കാണുമ്പോൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയും, ഖുർആനും ഹദീസുമാണ് പ്രമാണമെന്ന് പറയും. പക്ഷേ അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങിൽ ഈ ആൾക്കൂട്ടം പെട്ടുപോയതുകൊണ്ട് അവരിവിടെ നവോത്ഥാനമെന്നൊക്കെ പറയുമെങ്കിലും ഇത്തരത്തിലുള്ള പടു അന്ധവിശ്വാസങ്ങൾ ഈ ആൾക്കൂട്ടം പേറിക്കൊണ്ട് നടക്കുന്നവരാണ്. ഇവരുടെ കൂട്ടത്തിലാണോ നമ്മൾ പോകേണ്ടത്? ഒരു മുജാഹിദുകാരൻ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കണം. നിങ്ങൾക്ക് ഓരോ മൗലവിമാർക്കും ഓരോ തൗഹീദാണ്. KNM-ന് ഒരു തൗഹീദുണ്ട്, മർക്കസുദ്ദഅവക്ക് വേറൊരു തൗഹീദുണ്ട്, മടവൂർ വിഭാഗത്തിന് വേറൊരു തൗഹീദുണ്ട്, വിസ്ഡം ജിന്നൂരി വിഭാഗത്തിന് വേറെ തൗഹീദുണ്ട്. പിന്നെ ഗ്രൂപ്പ്, ഔദ്യോഗികമല്ലാത്ത പല ഗ്രൂപ്പുകൾ, ഓരോരുത്തർക്കും ഓരോ തൗഹീദുണ്ട്. ഇതിലേത് തൗഹീദിലേക്കാ ഞങ്ങൾ വരേണ്ടത്? ഇതിൽ ഏത് തൗഹീദിലേക്കാ ഞങ്ങൾ വരേണ്ടത്? വിസ്ഡം ഗ്രൂപ്പിലേക്കാണോ വരേണ്ടത്? അഥവാ ഇവിടെ പരിപാടി നടത്തിയ ജിന്നു ഗ്രൂപ്പ് അവരുടെ കൂട്ടത്തിലേക്കാണോ ഞങ്ങൾ വരേണ്ടത്? അവിടെ എങ്ങാനും ഞങ്ങൾ വന്നുപോയാ ജിന്ന് ഞങ്ങളുടെ കൂടെ കൂടില്ലേ? കറുത്ത പൂച്ചയെ കാണുമ്പോൾ ഞങ്ങൾ പേടിക്കണ്ടേ? വയറ്റിൽ നിന്ന് ഉരുണ്ടു കയറുന്നത് തൊണ്ടയിൽ കുടുങ്ങില്ലേ? ഇവിടെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കണം, അവരതിന് പ്രമാണം ഉദ്ധരിച്ചു മറുപടി പറയണം, അവരായത്തോതി വിശദീകരിക്കണം, ഹദീസുകൾ വായിച്ചുകൊണ്ട് അവർ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഈ ആളുകളാണ് അന്തസ്സോടുകൂടി ജീവിക്കുന്ന സുന്നികളെ. ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലാത്ത ഈ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പണിയൊക്കെ ശിർക്കാണ്. മൗലിദോദിയ ശിർക്ക്, നബിദിനം നടത്തിയ ശിർക്ക്. മൂപ്പര് നബിദിനത്തെയൊക്കെ ചോദിക്കുന്നുണ്ട്. നബിദിനം നടത്താൻ പറ്റുമോ, ഹദീസുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് മൗലവി സ്വന്തം നേതാവ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഇഖ്തിലാഉസ് സിറാത്തിൽ മുസ്തഖീം എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിനകത്ത് അദ്ദേഹം നബിദിനത്തെ എതിർക്കാൻ വേണ്ടി എഴുതിയതാണ്. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു, ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമാ. ഒരാൾ മൗലിദിനെ, നബിദിനത്തെ ആദരിക്കുകയും അന്നേ ദിവസം ഒരു സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്താൽ ഫലഹു അജ്റുൻ അലീം, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇബ്നു തൈമിയ്യ എഴുതി വെച്ചതാണ്. ഞങ്ങളോട് ചോദിക്കുന്നതിന്റെ മുമ്പ് ഇബ്നു തൈമിയ്യയോട് ചോദിക്ക്. ഇബ്നു തൈമിയ്യ മരിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരുമെന്നാണ് ഇബ്നുൽ ഖയ്യിം കിതാബുർ റൂഹിൽ എഴുതി വെച്ചത്. അപ്പൊ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് വാ. ഇവിടെ വന്നിട്ട് മൗലവി നബിദിനമുണ്ടോ, എന്തിനേയും എതിർക്കണം. എന്നിട്ട് മൂപ്പര് കറാമത്ത്, ചില മഹാന്മാരുടെ കറാമത്ത് പറയുന്നതിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അതൊന്ന് വെച്ചു കൊടുത്ത 36 ഉദഹീയത്തിന് കൊണ്ടുവന്ന കാള, പട്ടുകൂറ്റൻ കാള അറുക്കാൻ സമ്മതിക്കുന്നില്ല. അത്ര ശക്തിയുള്ള വലിയ കാളയാണ്. അപ്പോ ഒരു ഉസ്താദ് പറഞ്ഞോളിക്കാണ്, CM പറഞ്ഞു എന്ന് പറഞ്ഞ കാലമാണ്, കയറിട്ട് കെട്ടാൻ സമ്മതിക്കാത്ത കാലമാണ്. കാലന്റെ മുന്നിൽ ഉദഹീയത്ത് നടക്കുന്ന ആളുകൾ പറയാ, കാലനോട് പറയാ, CM പറഞ്ഞിട്ട് നടങ്ങാൻ കാള കടന്നു കൊടുത്തു. റോഡിൽ പബ്ലിക്കിൽ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണേ, ഇങ്ങനത്തെ മായാവിക്കഥ പറയാനില്ല. കണ്ടോ, മഹാന്മാരുടെ കറാമത്ത് പറഞ്ഞപ്പോൾ മായാവിക്കഥയാണത്രേ. പടുകൂറ്റൻ കാള അതിനെ അറുക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിനെ കിട്ടുന്നില്ല. അപ്പൊ CM പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു, കാള കിടന്നു എന്നൊരു കഥ. സംഭവം നടന്നതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ നടന്നുകൂടെ? ഇവർക്ക് വിശ്വാസമില്ലേ ഇതിനകത്ത്? കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അംറുൻ ഖാരിഖുൻ യുജ്രീഹില്ലാഹു തആല അലാ യദി വലിയിൻ. ഒരു വലിയിന്റെ കരങ്ങളിലൂടെ അല്ലാഹു തആല പ്രകടമാക്കുന്ന അസാധാരണമായ സംഭവം. അസാധാരണമായ സംഭവം. ഇതെങ്ങനെയാ മായാവിക്കഥയാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. മൗലവി അടുത്ത തവണ വരികയാണെങ്കിലും മറുപടി പറയണം.
മഹാനായ ഉസൈദ് ബിൻ ഖുലൈറും അബ്ബാദ് ബിൻ ബിശ്റും രണ്ടുപേരും കാനാ ഇൻദ റസൂലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലായിരുന്നു. ഫീ ലൈലത്തിൻ ളൽമാ ഹിന്ദിസിൻ, കടുത്ത ഇരുട്ടുള്ള ഒരു രാത്രിയിൽ അവർ ആ നബിതങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോ ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയാണ്, അല്ലാഅത്ത് അസാ അഹദിഹിമാ, രണ്ടാളിൽ ഒരാളുടെ കയ്യിലുള്ള വടി അതങ്ങ് പ്രകാശിച്ചിട്ട് ആ പ്രകാശത്തിൽ അവർ ഇരുണ്ട വഴിയിലൂടെ നടന്നുപോയി. എന്നിട്ട് മഹാനായ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, ഫലമ്മാ തഫറഖാ, അവര് രണ്ടുപേരും രണ്ടു വഴിയിലേക്ക് പിരിഞ്ഞപ്പോ അല്ലാഅത്ത് അസാ ഹാദാ വഅസാ ഹാദാ, രണ്ടാളുകളുടെയും കയ്യിലിരുന്ന രണ്ടു വടികളും പ്രകാശിച്ചു എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹില, ഇമാം അഹ്മദ് അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തില ഇതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കയ്യിലൊരു വടിയുണ്ട്, ആ വടി അങ്ങോട്ട് പ്രകാശിക്കുന്നു. ഇത് വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്കൊരു മടിയില്ല. കാരണം അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാ. അവൻ ആദരിച്ചവരുടെ വാക്കുകൾക്ക്, അവൻ കറാമത്ത് കൊടുത്തവരുടെ വാക്കുകൾക്ക് അങ്ങനെയുള്ള പല പ്രത്യേകതകളുമുണ്ട് എന്ന് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുമ്പോ ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി പറയുന്നു, അത് മായാവിക്കഥയാ, അത് ഡിങ്കൻ കഥയാ, അത് രാക്കഥയാ, അത് കെട്ടുകഥയാ, അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവരുടെ മുമ്പിൽ കറാമത്തില്ല. ഇവർക്ക് ഇതുപോലെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങള്, ജിന്ന് കഥകൾ പറയാം അവർക്ക് ജിന്നിന്റെ മന്ത്രവാദങ്ങൾ പറയാം അവർക്ക്. പക്ഷേ മഹാന്മാരായ ഔലിയാഇന്റെ കറാമത്ത് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത വേദനയാണ്. അതിന് ഇവരെന്താ ചെയ്തത്? ഇവരുടെ വലിയ ഒരു മൗലവിയുണ്ട്. ആ മൗലവി ഖുർആനിന്റെ ആയത്തുകളെ തന്നെ പച്ചയായിട്ടങ്ങ് ദുർവ്യാഖ്യാനിച്ചു. അതൊന്ന് വെച്ചു കൊടുത്ത സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ അവിടുന്ന് താഴത്ത്, അൽ കഹ്ഫിന്റെ അവിടുന്ന്. എന്താണ് അതിന്റെ കാരണം? അമാനുവിന്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു എന്താ കാരണം അറിയുന്ന കാരണം, അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹ്മദ് മൗലവി. നമുക്ക് ഗൗളരെ കരുതി കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞുകൊണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിൽ എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ്. അദ്ദേഹം എന്താ ചെയ്തത്? ഖുർആൻ ഇങ്ങനെ വായിച്ചു ഇങ്ങനെ ചോദിച്ച ആയത്തൊക്കെ അതൊക്കെ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെപ്പറ്റി അവർക്ക് തെറ്റിദ്ധാരണയുണ്ടാവും. കാരണം മൂസാ നബി അലൈഹി സ്വലാം കടലിൽ നയിച്ചപ്പോൾ കടലിൽ വളർന്നു. ഇത് മണലും മണ്ണ് നിൽക്കുന്ന പോലെ വെള്ളം നിന്നു. ഇപ്പോൾ മുസ്ലിം വായിച്ചാൽ ഖുർആനെപ്പറ്റി തെറ്റിദ്ധാരണയുണ്ടാവും. കണ്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഓതിയ ആയത്ത് അങ്ങനെയല്ല, അത് അബദ്ധം പറ്റിയതേക്കാം. ഫംഫലഖ, ബഹ്റൂന്ന് അവിടെ ഇല്ല, ഫംഫലഖ, കടൽ രണ്ടായിട്ട് പിളർന്നു. ആ മലകൾ, ആ പിളർന്ന ഭാഗം രണ്ട് മലകളെപ്പോലെ മാറി നിന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ മൂസാ നബി അലൈഹിസ്സലാം നടന്നു. ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഇവരുടെ വലിയ മൗലവി വിശുദ്ധ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ്. അവര് തന്നെ പറയുന്നത് കേട്ടു നോക്കൂ. ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത്
സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന് കിടക്കാൻ ആൾക്കാർ വിചാരിക്കുന്നു. അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു. വേലിയിറക്കുണ്ടായപ്പോൾ മൂസാ നബി പരിചയ വടിയും കുത്തി അങ്ങേക്ക് കടന്നുപോയി. കണ്ടോ, മൂസാ നബി അലൈഹിസ്സലാം കടലിൽ അടിച്ച സംഭവം അത് വ്യാഖ്യാനിച്ചത് ഇവരുടെ വലിയ മൗലവി CN അഹ്മദ് മൗലവി. അദ്ദേഹം ഇത് വിശ്വസിക്കാൻ ആളുകൾ പ്രയാസപ്പെടുമെന്നോർത്തിട്ട് മൂപ്പരൊരു വ്യാഖ്യാനം കൊടുത്തതാ. വേലിയിറക്കം ഉണ്ടായപ്പോൾ മൂസാ നബി നടന്നുപോയി. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പുകളോട് സംസാരിച്ചു എന്ന് ഖുർആനിലുണ്ട്. അതിനെന്തു ചെയ്തു? നംലത്ത് എന്ന് പറഞ്ഞ ഉറുമ്പല്ല, ഒരു ഗോത്രവർഗക്കാരിയാണെന്ന് വ്യാഖ്യാനിച്ചു. ഇവരുടെ കൂട്ടത്തിലാണോ നമ്മൾ കൂടേണ്ടത്? മഹാരഥന്മാരുടെ കറാമത്തുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ മുഅ്ജിസത്തുകൾ പോലും, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ മുഅ്ജിസത്ത് പോലും ഇവർക്ക് വിശ്വസിക്കാനുള്ള ഈമാനില്ല കൂട്ടരെ. എന്നിട്ട് അവരതിനെ ദുർവ്യാഖ്യാനിച്ച് പരിശുദ്ധ ഖുർആനിൽ പച്ചയായ കൈകടത്തലുകൾ നടത്തി മുസ്ലിമീങ്ങളുടെ ഈമാൻ ഇവർ നശിപ്പിച്ച് കളയുകയാണ്. എത്രത്തോളമെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞു പിറന്നു വീണ് ആ കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആദ്യ സമയം ലാ ഇലാഹ അല്ലാഹു എന്ന നാമം കേൾക്കണം. ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ വാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ആദ്യം ആ കുഞ്ഞ് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കണം. അതുപോലും തടയുന്നവരാണ് ഇവർ അതുപോലും ഇസ്ലാമിലില്ലാത്ത അനാചാരമാണെന്ന് പറഞ്ഞ് പച്ചയായി പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിൽ. വെച്ചുകൊടുത്തു. നോക്കുമ്പോൾ അത് അനാചാരങ്ങളാണ്. പക്ഷേ കാലങ്ങളുടെ പഴക്കമുണ്ട് ഈ അനാചാരങ്ങൾക്ക്. അനാചാരങ്ങൾ ആചാരങ്ങളായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, പ്രചരിക്കപ്പെട്ടിരിക്കുന്നു, അതിന് പ്രചണ്ഡമായ പ്രചാരണം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ആ രംഗത്ത് നമ്മൾ ദീനെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കുറെ കുട്ടികളിൽ കുട്ടി പറഞ്ഞാൽ ആദ്യം നാം ചെയ്യുന്നത് ചെവിയിൽ കൊടുക്കുന്നു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു. എന്താണ് ഇതിന്റെ ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള ചരിത്രങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതിന്റെ ചരിത്രങ്ങൾ റസൂലിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, ഹദീസുകൾ നിങ്ങൾ പരിധി നോക്കി. ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ദുർബലമാണ്. ഇഖാമത്ത് വിളിക്കാനോ ഒരു കുട്ടി ജനിച്ചാൽ ഇസ്ലാമിൽ അതിന്റെ ഹദീസിന്റെയോ തെളിവിന്റെയോ ചിന്തകളില്ല എന്നുള്ള കൃത്യമായി അതിനെയും തള്ളി. ഒരു ചെറിയ കുട്ടി, ഇത് ആർക്കാ അറിയാത്തത്? ഇത് ഏതു മുസ്ലിമിനാ അറിയാത്തത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ വലത് ചെവിയിൽ വാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ഇതിനെയൊക്കെയും പച്ചയായി ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഈ കൂട്ടർ, ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ മുസ്ലിമീങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളെയും നോമ്പിനെ നശിപ്പിച്ചത് നമ്മളിവിടെ കേട്ടു. ഒരു കുഞ്ഞിന് വാങ്ക് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചത് കേട്ടു. എല്ലാം ഇത്തരത്തിൽ ഇവർ സ്വന്തമായി മതത്തിൽ ഗവേഷണം നടത്തി, മതത്തിൽ ഇവർ സ്വന്തമായ ഇജ്തിഹാദുകൾ നടത്തി. ഇവർ സ്വന്തമായി മതം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ദീനാണ് ഇവിടെ ഇല്ലാതാകുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെയാണ് ഇവിടെ പച്ചയായി ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ശിർക്കായി മാറുകയാണ്. കണ്ടതും കേട്ടതും പറഞ്ഞതും അറിഞ്ഞതും ഇരുന്നതും കിടന്നതും എടുത്തതും നോക്കിയതും എല്ലാം ശിർക്ക്. ശിർക്കല്ലാത്തതൊന്നുമില്ല, എല്ലാം ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ നേരെ ശിർക്കാരോപിക്കുന്നവർ
എന്നാൽ ആ മുസ്ലിമീങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നത് കറുത്ത പൂച്ചയെ കണ്ടാൽ പേടിക്കുന്ന മുസ്ലിമാക്കാൻ, ജിന്ന് ചികിത്സയ്ക്ക് വേണ്ടി മന്ത്രവാദികളുടെ മുമ്പിൽ പോയിരിക്കുന്ന അവസ്ഥയുണ്ടാക്കാൻ, അതേപോലെ സ്വന്തം കൂട്ടത്തിലുള്ളവർക്ക് നേരെ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ശിർക്കാരോപിക്കാൻ, വിശുദ്ധ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കാൻ, ഖുർആൻ പറഞ്ഞ മുഅ്ജിസത്തുകളെ പോലും ഇല്ലാതാക്കാൻ, നിഷേധിക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ പരമ്പരയായി നമുക്ക് കിട്ടിയ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നേരെ ഈ ശിർക്കാരോപണം നടത്തുന്നത്. അതുകൊണ്ട് മുസ്ലിമേ, നമുക്ക് അല്ലാഹുവാണ് വലുത്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുദ്രാവാക്യം, അവനല്ലാതെ ആരാധ്യനില്ല. പക്ഷേ മമ്പറത്തെ തങ്ങൾ നമുക്ക്, അതുപോലെ കാഞ്ഞിരമറ്റത്തുള്ള വലിയ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരാകുന്നത് അവർ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാ. അള്ളാഹു അവർക്ക് കറാമത്ത് കൊടുത്തിട്ടുണ്ട്, അള്ളാഹു അവർക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. അതവരുടെ ജീവിതകാലത്തുണ്ട്, വഫാത്തിന് ശേഷവുമുണ്ട്. ആ വിശ്വാസത്തില് അവർ ദൈവമാണെന്ന വിശ്വാസമില്ലാതെ, അവർ ലോകം ഭരിക്കുന്ന ദൈവമാണെന്ന വിശ്വാസമില്ലാതെ, അവർ അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന നിലക്ക അവരോട് നമ്മൾ ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്കാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മുജാഹിദുകാരനുണ്ടെങ്കിൽ ആയത്തോതിക്കൊണ്ട് നിങ്ങൾ ഇവിടെ പറയണം. മക്കാ മുശ്രിക്കുകളുടെ പേരിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുകയാണ്, അന്നഹു യറാഹു സിറാറു ഖൽഖില്ലാഹ്, ഒരു കൂട്ടം ആളുകളെ അള്ളാഹുവിൻ്റെ ദുനിയാവിലെ ഏറ്റവും കുഴപ്പം പിടിച്ചവരായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കാണുമായിരുന്നു. ആരാണവരെന്നറിയുമോ? ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ, കാഫിരീങ്ങളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്തുകളാ, മക്കാ മുശ്രിക്കുകളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്തുകളാ. ആ ആയത്തുകളുമായിട്ട് അവർ രംഗത്ത് വന്നിട്ട് ഫജഅലുഹാ അലൽ മുഅ്മിനീൻ, ഈമാനുള്ള മുസ്ലിമിന്റെ നേരെ, വിശ്വാസമുള്ള സുന്നികളുടെ നേരെ, 5 നേരം നിസ്കരിക്കുന്ന, അല്ലാഹു അല്ലാതെ ഇലാഹല്ലെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ നേരെ മക്കാ മുശ്രിക്കുകളുടെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാണ് ഏറ്റവും കുഴപ്പം പിടിച്ചവരെന്ന് മഹാനായ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ സംഭവം ഇമാം ബുഖാരി അവിടുത്തെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തുക്കളെ, മക്കാ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹത്തോട് തേടിയ, അതിനെക്കുറിച്ചല്ല വിമർശിച്ച ആയത്തുകൾ കൊണ്ടുവന്നിട്ട് ദൈവമാണെന്ന് വിശ്വസിക്കാതെ, ഇലാഹാണെന്ന് വിശ്വസിക്കാതെ, ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിക്കാതെ, അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന് വിശ്വസിച്ചിട്ട് മഹാന്മാരെ വിളിക്കുന്ന ഞങ്ങളുടെ നേരെ ഇവിടെ വന്ന ഇടക്കരക്കാരൻ മൗലവി ആയത്തോതിയില്ലേ? അതിന് നിങ്ങളിവിടെ വേദി കൊട്ടി കൊടുത്തില്ലേ? അതിന് നിങ്ങളിവിടെ പെർമിഷൻ വാങ്ങിക്കൊടുത്തില്ലേ? ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ നേരെ ഗുരുതരമായ ഈ ശിർക്കാരോപണം നടത്തിയ നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കുഴപ്പമുണ്ടാക്കാനല്ലേ, ഇവിടെ പ്രശ്നമുണ്ടാക്കാനല്ലേ ഈ പണിയുമായിട്ട് ഇവിടെ വന്നത്? ഞങ്ങളിവിടെ ഇതിനു മുമ്പ് ഇതുപോലെ മൈക്ക് കെട്ടിയിട്ട, സ്ക്രീന് കെട്ടിയിട്ട, നിങ്ങൾ വരുന്നതിനു മുമ്പ് ഞങ്ങൾക്കിതുപോലെ ആദർശം പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഈ ആദർശം ഭദ്രമാ, ഈ ആദർശം കൃത്യമാ. ആരെയും വിമർശിക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദർശം പറയാനുള്ള അടിത്തറ ഞങ്ങളുടെ കയ്യിലുള്ളപ്പോ നിങ്ങൾക്ക് 4 ആളുകളുടെ നേരെ 40 ശിർക്കാരോപണം നടത്തിയിട്ടല്ലാതെ നിങ്ങളുടെ തൗഹീദ് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്കിങ്ങനെയുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ അതെടുത്തു പുറത്തേക്കിടേണ്ടി വരുന്നത്. അവസ്ഥ കൊണ്ടാണ്, അനിവാര്യത കൊണ്ടാണ്, നിർബന്ധമായതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന
എൻ്റെ സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങളെ, ഈമാനോടുകൂടി ജീവിക്കണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച, അത് തിരുനബി വിശദീകരിച്ച, അത് സ്വഹാബത്ത് കേട്ട, അത് താബിഉകളിൽ അറിഞ്ഞ, അത് തബഉ താബിഉകളിലേക്ക് കൈമാറിയ, അവിടെ നിന്ന് ഇമാമുമാർ പഠിപ്പിച്ച ആ വിശ്വാസ പാത ഏതോ അതല്ലാതെ ഒരു വിശ്വാസമില്ല, അതല്ലാതെ ഒരു ദീനില്ല. മതം അതെന്ന് പറയുന്നത് പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിനപ്പുറം ഇന്നലെ പടച്ചുണ്ടാക്കിയ ചില വാദങ്ങളുമായി ആര് വരുന്നോ അവരെ നമ്മൾ ചെവി കൊടുക്കണ്ട, അവരെ നമ്മൾ സ്വീകരിക്കണ്ട.